ചേട്ടാ ഒരു 20-23 വയസ്സാകുമ്പോഴാണ് ഈ ആണുങ്ങൾക്ക് നല്ല പ്രഷർ വരുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ ഇവരുടെയൊക്കെ മുന്നിൽ നമ്മൾ നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു സമയമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ജോലി കിട്ടുക, പെണ്ണ് കിട്ടുക, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജോലി കിട്ടാൻ പാടാണ്, പെണ്ണ് കിട്ടാൻ അതിലേറെ പാടാണ്. നമ്മൾ ഈ ഒരു പ്രായത്തിലൊക്കെ നമുക്ക് തോന്നും സിംഗിളാണ്, സിഗ്മയാണ്, അല്ലെങ്കിൽ പെണ്ണില്ലാത്തതാണ് നല്ലതെന്നൊക്കെ. പക്ഷേ നമ്മളൊരു പെണ്ണ് കാണാൻ പോയി 2 റിജക്ഷൻ കിട്ടിയാൽ മതി, അന്ന് മുതൽ നമ്മൾ പെണ്ണില്ലാത്തവരല്ല, പെണ്ണ് കിട്ടാത്തവരാണ്. നമ്മൾ ഈ വിവാഹ മാർക്കറ്റിലേക്ക് കടക്കുമല്ലോ, അപ്പം നമുക്ക് കുറേ ഡിമാൻഡ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു നൈക്കിൻ്റെയൊക്കെ പുതിയ ഷൂ മാർക്കറ്റിൽ വരുന്ന പോലെ നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിൽ അങ്ങോട്ട് ഇറങ്ങും. പക്ഷേ മാർക്കറ്റ് വലിയ ഡിമാൻഡൊന്നും ഇല്ലെന്ന് കാണുമ്പോൾ നമ്മൾ പതുക്കെ ഒരു 30% ഡിസ്കൗണ്ട് കൊടുക്കും. അത് പിന്നെ 50 ആവും, 80 ആവും, കടകാലിയാക്കലാവും, വരികയോ പോവുകയോ എടുക്കുകയോ, നോ ഡിമാൻഡ്. ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പം എനിക്ക് 2 പേരോടാണ് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് എൻ്റെ അനിയൻ, 2 ജോണി സിൻസ്. എനിക്ക് ജോണി സിൻസിനെ കുറിച്ച് അറിയില്ലെങ്കിലും എൻ്റെ വീട്ടിലെ ജോണി സിൻസിനെ കുറിച്ച് ഞാൻ പറയാം. അതായത് ഇവന് വയസ്സറിയിച്ച കാലം തൊട്ട് ഇവൻ്റെ സംശയങ്ങൾ വരെ വെറൈറ്റിയാണ്. ഇവൻ്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ VPN ഇല്ലേ, VPN വിദേശ യാത്രകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് VPN. കള്ളത്തരങ്ങൾ അങ്ങനെ വലിയ വശമില്ലാത്തതുണ്ട് നമുക്ക് പെട്ടെന്ന് രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷ് ജോർജ് കുളങ്ങരേക്കാളും കൂടുതൽ വിദേശയാത്ര നടത്താൻ ഇവന്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ VPN യൂസ് ചെയ്ത് നമ്മൾ ഈ ചൈന, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, നോട്ടി അമേരിക്ക ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾ നടത്തുമ്പോൾ നമ്മളെ പിടിക്കാൻ കേരള പോലീസിന് എന്താ അവകാശം? പോലീസ് വരുന്നെങ്കിൽ അമേരിക്കയിൽ നിന്ന് വരട്ടെ എന്നാണ് അവൻ്റെ ചോദ്യം. കഴിഞ്ഞ ദിവസം വീട്ടിലാരും ഇല്ല, അപ്പനില്ല, അമ്മയില്ല. ഇവൻ വന്ന് പറഞ്ഞു, ചേട്ടാ നാളെ എൻ്റെ ഗേൾ ഫ്രണ്ട് വരും, നമുക്ക് 3 പേർ കൂടെ പേപ്പർ ഇടാം. ഏത് മൂഡ്? പുള്ളി മൂഡ്. കപ്പിൾസ് ബീച്ചിൽ പോകുന്ന കണ്ടിട്ടുണ്ട്, പാർക്കിൽ പോകുന്ന കണ്ടിട്ടുണ്ട്, എന്തിന് സിനിമ തിയേറ്ററിൻ്റെ കോർണർ സീറ്റിൽ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പത്രം ഇടാൻ പോകുന്നവരെ ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞ്, എടാ പൊന്നടാവേ ഇതിനൊക്കെ രാവിലെ എണീക്കണം, എനിക്കെങ്ങും പറ്റില്ല എന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു, എന്തിനാ ചേട്ടാ രാവിലെ എണീക്കുന്നേ? അവളൊരു രാത്രി 11-11:30 ആകുമ്പോൾ വരും, നമ്മൾ 3 പേർ ഇരുന്ന് പേപ്പർ ഇടുന്നു. അനിയ പത്രം പ്രിൻ്റ് അടിച്ച് വരാൻ തന്നെ വെളുപ്പിന് 2:30 ആവും. പിന്നെ നീ എന്താണ് ഈ പറയുന്നതെന്ന്. പക്ഷെ അന്നാണ് ചേട്ടാ എനിക്ക് മനസ്സിലായത്, ഈ പേപ്പർ ഇടുക എന്ന് പറഞ്ഞാൽ പത്രം ഇടുക എന്ന് മാത്രമല്ല, അതിന് വേറെ പല അർത്ഥങ്ങളും ഉണ്ടെന്ന്. പക്ഷേ അല്ല, മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്താ. ഇവൻ എന്നോട് പറഞ്ഞായിരുന്നു, ഇവളുടെ വീട്ടിൽ അമ്മാവൻ, അങ്കിള്, അച്ഛൻ, അമ്മ, അനിയൻ, ചേട്ടൻ അങ്ങനെ എല്ലാവരും ചേർന്ന ഒരു ജോയിന്റ് ഫാമിലിയാണെന്ന്. അതവൻ്റെ വലിയ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി. സോറി, ശീലങ്ങളാണേ. ഈ ജെൻസിയിലെ റിലേഷൻഷിപ്പിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഒരു 9-9:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എറണാകുളം സിറ്റി കൂടെ ഞാൻ ബൈക്കിൽ പോകത്തില്ല. കാരണം പുറകിലൊരു പെണ്ണില്ലാതെ വന്ന 2 ആൾക്കാരേ ഉള്ളൂ. ഒന്ന് ഞാനും പിന്നെ സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയും. അവനൊരു ബാഗെങ്കിലും എനിക്ക് ബാഗ് പോലും ഇല്ല. ഈ വർഷമെങ്കിലും സിംഗിളായിട്ടിരിക്കുന്ന, മിങ്കിളാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് നല്ലൊരു കപ്പിളിനെ കിട്ടിട്ടെന്ന് ആശംസിക്കുന്നു. നന്ദി, താങ്ക് യു. അല്ല, എനിക്ക് പണ്ടൊരു കോള് വന്നു കേട്ടോ, ഇതേ സൗണ്ട് ആയിരുന്നു. അതായത് ഒരു പെൺകുട്ടി യൂട്യൂബിലുണ്ട്. അതായത് ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് ആ കുട്ടി പറഞ്ഞു, ഒരു പയ്യൻ പറഞ്ഞു, ഇപ്പം കല്യാണം കഴിച്ച് ഇപ്പം പെട്ടെന്ന് പോയി താലി കെട്ടിയിട്ട് ഒരു റൂം എടുത്ത് താമസിച്ചാൽ പെട്ടെന്ന് ശാന്തി മുഹൂർത്തം ഉണ്ടെന്ന് ആരോ എന്നെ പ്രേമിക്കുന്ന ആളോട് പറഞ്ഞ്, ചേട്ടാ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഇത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാനപ്പോൾ ഈ കുട്ടിയോട് പറഞ്ഞു, മോളെ അവനെ ഒന്ന് ഇതിലിടാൻ പറഞ്ഞു, കോൺഫറൻസ് ഇട്ടപ്പോഴേ അവനോട് ചോദിച്ചു, മോനെ ഏത് ജോലിസിനെ അങ്ങനെ പറഞ്ഞേ? അപ്പം പറയും, ഇയാളെ വിളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞതെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. നിങ്ങളാണോ അപ്പോൾ അത്? ഞാൻ അറിഞ്ഞില്ല ചേട്ടാ എന്ന് വരുന്നതെന്ന്. ഈ അനിയൻ അവിടെ തന്നെ ഉണ്ടാ? അനിയൻ അവിടെ തന്നെ ഉണ്ട്. ഇല്ല ഇല്ല, അവൻ പേപ്പർ ഇടാൻ പോയി. എന്തായാലും നന്നായി. സ്വന്തം അനിയനെ നമ്മളിപ്പോ കൂടപ്പുറപ്പുളങ്ങ തേച്ചിട്ടാണെങ്കിൽ നമുക്ക് കൂടെ കാര്യം കാണണമല്ലോ അല്ലേ? എന്റെ കല്യാണം കഴിച്ചോ? ചേട്ടാ എനിക്ക് അനിയനില്ല, ഞാൻ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞു. ഒരു ചേച്ചി, ഇവന്റെ കഥ അനിയന്റെ പേര് പ്ലേസ് ചെയ്താ. അതാ പറഞ്ഞ ചേച്ചി പറയേണ്ട കഥയായിരുന്നു ഇത്. ഞാൻ എന്റെ ഫ്രണ്ട്സിൽ നിന്ന് ഇൻസ്പയർ ആയ കഥയാണ് ചേട്ടാ. എന്തായാലും നന്നായിരുന്നു. കാരണം നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അതെല്ലാം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി. പക്ഷേ ആത്മീയമായി ജീവിക്കുന്ന ഒരാളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ നോക്കണമായിരുന്നു. അല്ലല്ല, ഒരു ന്യൂജൻ കഥയായിരുന്നു സംഭവം. കുറെ ന്യൂജൻ സംഭവങ്ങൾ. ഞാൻ ഒളിച്ചോടി പോയ ആളാണ്. സാജുവിനെ ഒളിച്ചോടി പോയ ആളാണ്. ഞാനും പ്രേമിച്ച് കല്യാണം കഴിച്ച ആളാ. എന്റെയും ഭാര്യയുടെയും തമ്മിൽ മധ്യമരഞ്ജു എന്ന് പറയുന്ന ദോഷമായിരുന്നു. ആ രഞ്ജുവിനെ മാറ്റി തീരുന്ന പ്രശ്നം മധ്യമരഞ്ജു, അതായത് 9 നാളുകൾ ചേരത്തില്ല എന്നുള്ള ഒരു ദോഷമുള്ള നക്ഷത്രങ്ങളാണ്. അപ്പം നമുക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നുമ്പം ആ ഡേറ്റ് ഓഫ് ബർത്ത് സമയം തരൂ, പ്രേമിക്കാനാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം പ്രണയിച്ചു, അവസാനം കല്യാണത്തിനോട് അടുത്ത് വന്നപ്പോഴാണ് ഈ 9 നാളുകൾ ചേരാൻ പറ്റത്തില്ല എന്നുള്ളൊരു സംഭവം. അച്ഛനൊക്കെ പറഞ്ഞു, മോനേടാ അത് വേണോ, വേറെ നോക്കാം എന്നൊക്കെ പറഞ്ഞു. അന്ന് കല്യാണം നടത്താൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച പദ്യമാണ് ഗണ്ണാന്താൽ സമനാടികം വ്യതിപവേ വേദസ്തു ദുർമൃത്യുതോ തത്തത് മധ്യമരഞ്ജു വച്ച മൃതിത താരാദ്വയം പുംശ്രിയോ ഗണ്ണാന്തന്തുയതന്തരാളം ഉഭയോ മൂലേന്ദ്രയോ രശ്വനി രേവത്യോ പിതൃസാർപ്പയോ ച പവിത സന്ധിത്രയോ ജാതകെ.
വെളിയിൽ തരത്തില്ല കേട്ടോ. അപ്പോൾ ഇത് അതായത് ഒരേ ഗണ്ണാന്തത്തിന് തുല്യമായ അകലത്തിൽ ജനിച്ചവർ തമ്മിൽ ദോഷമുള്ളൂ എന്നൊക്കെ ഞാൻ അച്ഛനെ കൺവിൻസ് ചെയ്ത്, അച്ഛനത് അറിയാം. ഞാൻ ആ ജ്യോതിഷ നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ കൺവിൻസ് ചെയ്തിട്ട്, അല്ലാതെ ജ്യോതിഷ നിയമത്തിന് വിരുദ്ധമായിട്ടല്ല, കല്യാണം കഴിച്ചു. 10 ദിവസം അടിയുണ്ടാവും, 5 ദിവസം മിണ്ടും, 10 ദിവസം അടിയുണ്ടാവും, 5 ദിവസം മിണ്ടും, 2 പിള്ളേരും. ചേട്ടൻ ഈ ജ്യോതിഷം കൊണ്ട് എല്ലാം കൊണ്ടും ഗുണം മാത്രം അല്ല, ഉണ്ടായിരുന്നു. വേറെ ഇടയ്ക്ക് ഒരു സിനിമയുടെ പേര് പറഞ്ഞല്ലോ, എന്താ പേര്? ജോണി സിൻസ്. പുള്ളി അഭിനയിച്ച 3 സിനിമയുടെ പേര് പറ. ഞാൻ ലിങ്ക് അയക്കാം.